നാസയുടെ ഡീപ് സ്പേസ് പവർ സിസ്റ്റങ്ങളെക്കുറിച്ചുള്ള ഒരു ലഘുവിവരണമാണിത്. സൗരയൂഥത്തിന്റെ ഏറ്റവും ഇരുളടഞ്ഞ അതിർത്തികളിൽ കൊടും തണുപ്പിലും സൂര്യപ്രകാശമില്ലാതെ നാസയുടെ പേടകങ്ങൾ എങ്ങനെയാണ് തളരാതെ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമതായി, ബഹിരാകാശത്ത് സൗരോർജ്ജത്തിനുള്ള പരിമിതികൾ നമുക്കൊന്ന് നോക്കാം. ഭൂമിക്കും ചൊവ്വയ്ക്കും ചുറ്റുമുള്ള ദൗത്യങ്ങൾക്ക് സോളർ പാനലുകൾ അടിപൊളിയാണ്. പക്ഷേ സൂര്യനിൽ നിന്ന് ഒരുപാട് അകലുമ്പോഴോ ചന്ദ്രനിലെ ഇരുണ്ട ഗർത്തങ്ങളിലോ ഇവ തീർത്തും പരാജയമാണ്. മഴക്കാലത്ത് നമ്മുടെ വീട്ടിലെ സോളാർ ഹീറ്ററുകൾ പണിമുടക്കുന്നതുപോലെ ബഹിരാകാശത്തെ കൊടുമിരുട്ടിൽ ഈ പാനലുകൾ വെറും കാഴ്ചവസ്തുവായി മാറും. രണ്ടാമതായി, ഇതിന് നാസ കണ്ടെത്തിയ മാന്ത്രിക പരിഹാരമെന്താണെന്നല്ലേ? അതാണ് RTG അഥവാ റേഡിയോ ഐസോട്ടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകൾ. പേരുകേട്ട് ഞെട്ടണ്ട, സംഭവം വളരെ സിമ്പിളാണ്. പ്ലൂട്ടോണിയം കാലക്രമേണ വിഘടിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന കടുത്ത ചൂടിമയാണ് ഈ ഉപകരണം നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്നത്. ഇരുട്ടോ പൊടിയോ കനത്ത മേഘങ്ങളോ ഒന്നും ഇതിനെ ബാധിക്കില്ല. പോലാത്തതിന് അതിശൈത്യത്തിൽ പേടകങ്ങളെ ചൂടാക്കി നിർത്താനും ഇത് സഹായിക്കും. അതായത് പുറത്ത് എന്ത് കാലാവസ്ഥയാണെങ്കിലും തളരാതെ പ്രവർത്തിക്കുന്ന, സ്വയം ചൂടാകുന്ന ഒരു കിടിലൻ ആണവ പവർ ബാങ്കാണ് ശരിക്കും ഈ RTG. അവസാനമായി, ഇതിന്റെ വിജയഗാഥകൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. കഴിഞ്ഞ 60 വർഷത്തിനിടെ 31 നാസ ദൗത്യങ്ങൾക്കാണ് ഈ പവർ സിസ്റ്റം കരുത്തേകിയത്. വ്യാഴത്തെയും ശനിയെയും കുറിച്ച് പഠിച്ച വോയേജർ, കാസിനി പേടകങ്ങളും ചൊവ്വയിലെ ക്യൂരിയോസിറ്റി റോവറുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ സാങ്കേതികവിദ്യ ഇല്ലായിരുന്നെങ്കിൽ പ്ലൂട്ടോണിയയുടെയും ശനിയുടെയുമൊക്കെ ഇത്രയും വ്യക്തമായ ചിത്രങ്ങൾ നമുക്കൊരിക്കലും കിട്ടില്ലായിരുന്നു കേട്ടോ. ചുരുക്കത്തിൽ, വെളിച്ചം പോലും എത്താത്ത പ്രപഞ്ചത്തിന്റെ അറ്റങ്ങളിലും മനുഷ്യന്റെ കണ്ണും കാതുമായി പേടകങ്ങളെ നിലനിർത്തുന്നത് ഈ അത്യാധുനിക ആണവ ബാറ്ററികളാണ്.